സുബേദാർ, ഈ ഇന്ത്യയില് മിലിറ്ററിയിലത്തെ സുബേദാരന്മാരുണ്ട്. അങ്ങനെയുള്ള ഒരു സുബേദാരാണ് അദ്ദേഹം. അദ്ദേഹം സകല, താൻ മാത്രമല്ല ദൈവത്തെ ഭയപ്പെടുന്നത്, തന്റെ സകല ഗ്രഹത്തോടുകൂടെ. ഈ സുബേദാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ ധാരാളം ആളുകളുണ്ട്. അവരോട് എല്ലാവരോടും ചേർന്നാണ് അത് ദൈവത്തെ ഭയപ്പെടുന്നത്. ഒരു കവിയാണെന്നൊന്ന് പറഞ്ഞിരിക്കുന്നു, ഈ മുല്ലപ്പൂക്കൾ കിടക്കുന്ന ആ കല്ലിനുമുണ്ടൊരു സുഗന്ധം. മുല്ലപ്പൂക്കൾ എത്ര പേരത് ശ്രദ്ധിച്ചു? മുല്ലപ്പൂക്കൾ ഒരു സ്ഥലത്ത് കിടന്നാൽ അവിടെ കിടക്കുന്ന കല്ലിനുമുണ്ട്. കുമാരനാശാനാണെന്നൊന്ന് പറഞ്ഞിരിക്കുന്നത്, ആ കല്ല, പക്ഷെ അതിനും ഒരു മണമുണ്ട്. അപ്പോൾ ഈ സകല ഗ്രഹത്തോടുകൂടെ ഫാമിലി, സകല അധികാരികളും കൊർന്നല്യോസിനോടുകൂടെ ദൈവത്തെ ഭയപ്പെടുവാൻ വന്നതെന്താണെന്ന് ചോദിച്ചാൽ കൊർന്നല്യോസിന്റെ ദൈവഭക്തിയായിരുന്നു. അത് നമ്മള് ശ്രദ്ധിക്കണം. അതുപോലെ പുരാതന കാലത്ത് ഒരാളുണ്ടായിരുന്നു, യോബ്. യോബ് ഭക്തനും ദോഷം വിട്ടകലുന്നവനും, അതെ, അങ്ങനെയുള്ള യഹോവ ഭക്തനായിരുന്നു യോബ്. നമ്മള് ശ്രദ്ധിക്കണമേ ഒരു കാര്യം, നെഹമ്യാവ് എന്തുകൊണ്ടാണ് കൂടുതൽ പൈസ വാങ്ങിക്കേണ്ടത്? പൈസ വാങ്ങിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഭയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഭയം ഉണ്ടായിരുന്നു. ദൈവഭയം, ദ ഫിയർ ഓഫ് ഗോഡ്, അത് നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നു. ദൈവം സർവശക്തിയുള്ള ദൈവം ഉണ്ട് എന്നുള്ള ഒരു ചിന്ത അത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിരിക്കണം. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയെ കുറിച്ച് നാം വായിക്കുമ്പോൾ നാം 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം, അതിന്റെ 9-ാം അധ്യായം നോക്കിയാട്ട് അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യം നോക്കിയാട്ട്, ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേൾപ്പാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരം ഇല്ലയോ? അപ്പൊ പൗലോസിനും മറ്റുള്ളവര് ചെയ്യുന്നത് പോലെ പൗലോസിനും അങ്ങനെയൊക്കെയും ചെയ്യുവാൻ കഴിയും. എന്നാൽ അദ്ദേഹം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ 13-ാം വാക്യം നോക്കിയാൽ 9-ന്റെ 13-ാം, മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം, എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. എന്താ പ്രയോഗിക്കാത്തത്? ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു ദിക്കിനവും വരുത്താതിരിക്കാൻ സകലവും പൊറുക്കുന്നു. എന്താണ് മറ്റുള്ളവരെ പോലെ പൗലോസ് അത് ചെയ്യാതെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ സുവിശേഷമാണ് തനിക്ക് വലുത്. അപ്പൊ മറ്റുള്ള കാര്യങ്ങളെക്കാൾ തനിക്ക് വലുതെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷമാണ്. സുവിശേഷമാണോ അതേ മറ്റുള്ള കാര്യങ്ങളാണോ? ഒരു ക്ലാസ്സിൽ അതേ വെച്ച് തൂക്കി നോക്കിയാൽ സുവിശേഷമാണോ വലുത് അതോ മറ്റുള്ള കാര്യങ്ങളാണോ വലുത്? ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് പറയുവാൻ കഴിയും, അവന് മറ്റുള്ള കാര്യങ്ങളല്ല വലുത്, അവന് സുവിശേഷമാണ്. ഇന്ന് രാത്രി എനിക്ക് പറയുവാനുള്ളത്,
ദൈവത്തിന്റെ കൃപയാൽ കാലാകാലങ്ങളിൽ ദൈവം നമുക്ക് ഈ സുവിശേഷം തന്നു. ഈ സുവിശേഷമാണ് നമ്മളെ ഉയർത്തിയതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ വചനമാണ് നമ്മളെ ഉയർത്തിയത്. ഓബേദ്ഏദോമിന്റെ ഭവനത്തെ ദൈവം ഉയർത്തിയതെന്ന് 3 മാസം ദൈവത്തിന്റെ പെട്ടത് അവിടെ ഇരുന്നതിന്റെ ഫലമായിട്ടാണ് ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചത്. ഞാൻ പറയട്ടെ, സുവിശേഷം എന്ന വീടും സുവിശേഷം വരാത്ത വീടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, സുവിശേഷം വരാത്തവന്റെ വീട്ടുമുറ്റത്ത് എന്നാൽ അറിയാം ഇവിടെ സുവിശേഷം വന്നിട്ടില്ല. കാരണം വീട്ടുമുറ്റം പോലും വൃത്തിയാക്കിയിടിയില്ല. ഇവിടുത്തെ കാര്യമല്ലേ, ഞാൻ നാട്ടിലെ കാര്യമാണ്. സുവിശേഷം വന്നിട്ടുള്ള വീട്ടിനകത്ത് കയറിയാൽ അറിയാം. സുവിശേഷം ഏത് വീട്ടിൽ വന്നോ, ഇന്ന് നമ്മുടെ നാട്ടിൽ കോട്ടയം ഭാഗമാണ് ഏറ്റവും സംസ്കാരത്തിൽ വരാനിടയായത്. എത്ര പേര് ശ്രദ്ധിക്കുന്ന എനിക്കറിയാം ഞാൻ പറയുന്നത്. കോട്ടയവും തിരുവല്ല, ചെങ്ങന്നൂർ ഭാഗങ്ങളാണ് കൊട്ടാരക്കര ഭാഗത്തേക്കാൾ ഇന്ന് കൊട്ടാരക്കര ഉയർന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളെക്കാൾ ഏറ്റവും ഉയരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മിഷണറിമാർ ആദ്യകാലത്ത് CMS മിഷണറിമാർ ആദ്യകാലത്ത് വന്നത് കോട്ടയം ആ ഭാഗങ്ങളിലായിരുന്നു. അവരൊന്ന് സ്കൂളുകൾ സ്ഥാപിച്ചു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. അങ്ങനെയുള്ള പരിഷ്കാരമാണ് ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായത്. തുടർന്ന് ബുക്ക് സാഹിബ്, അസംബ്ലി സ്കൂളിലെ മിഷണറിമാര്, അനേക വിശുദ്ധന്മാര് വന്ന് ദൈവവചനം അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് കേരളം ഇത്രയും ഉയർന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇന്ന് കേരളത്തിലുള്ള ആളുകളാണ് അമേരിക്കയിലും ഗൾഫിലും വിദേശ രാജ്യങ്ങളിലും മറ്റും ധാരാളം വന്നിരിക്കുന്നത്. കേരളക്കാരാണ്. എന്താ കേരളക്കാരുടെ യോഗ്യത? അത് ഞാൻ പറയട്ടെ, നമ്മുടെ പിതാക്കന്മാര് ഈ വചനത്തെ അംഗീകരിച്ചതുകൊണ്ടാണ് അത് ഇത്ര ഉയർച്ച ഉണ്ടായത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, എന്റെ വീട്ടിൽ ഈ സുവിശേഷം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരു തല്ലുകാരനായേനെ. ഈ സുവിശേഷം എന്റെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു മദ്യപനായേനെ. ഈ സുവിശേഷം എന്റെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു ബീഡി വലിക്കാരനായേനെ. എന്നാൽ ദൈവത്തിന്റെ കൃപയാണ് ഈ സുവിശേഷമാണ്. എന്തെങ്കിലും ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സുവിശേഷ നിമിത്തം. അതിന്റെ 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിച്ചാണ്. എങ്കിലും ഇതൊന്നും ഞാന് എന്ത് ചെയ്തിട്ടില്ല, പ്രയോഗിച്ചിട്ടില്ല. ഇതൊന്നും തന്നെ പ്രയോഗിച്ചിട്ടില്ല. അതിന്റെ 2 കൊരിന്ത്യരിലേക്ക് നമുക്ക് കടന്നു വരാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 12-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. 12-ന്റെ 14-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും എന്ന് ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല. അതിന്റെ 14-ാം വാക്യം വായിച്ചാട്ട്. ഈ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല നിങ്ങൾ എന്ന് അതേ പൗലോസ് ഉറച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസ് ഈ സഭകളിൽ സന്ദർശിക്കുന്നത് കൊണ്ട് അവർക്കാർക്കും ഒരു ഭാരമായി തീരുകയില്ല. അവർക്കൊരു ആശ്വാസമായിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിൽ താൻ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ, തന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കൂടാരപ്പണി ചെയ്യുമായിരുന്നു. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കൂടാരപ്പണി ചെയ്തിട്ട് ഇന്നിപ്പം സഭയ്ക്ക് വരുമാനമുണ്ടെങ്കിലുള്ള കാര്യമല്ല ഞാനീ പറയുന്നത്. സഭയ്ക്ക് വരുമാനം അനുസരിച്ച് സഭയെ ശുശ്രൂഷിക്കുന്നവരെ
ഇടയനെ അതേപോലെ ഭാഷന്മാരെ സഹായിക്കേണ്ടത് സഭയുടെ കടപ്പാടാണ്. ശുശ്രൂഷിക്കുന്നവരെ ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്.